ബോർഡ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല തവണ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് എന്ന് പറയുന്നത്. ഡിഫക്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ അടുക്കും ചിട്ടയോടെ നമ്മളിങ്ങനെ ക്രിസ്റ്റലുകൾ രൂപപ്പെടുത്തി വരുമ്പോൾ ഈ അടുക്കും ചിട്ടയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്താണ് ക്രിസ്റ്റൽ ഡിഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡീവിയേഷൻ ഫ്രം ദ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് ദ ക്രിസ്റ്റൽ, ഇതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീവിയേഷൻ ഫ്രം ദ ഓർഡേർഡ് അറേഞ്ച്മെന്റ് ഓഫ് ദ ക്രിസ്റ്റൽ. ക്രിസ്റ്റൽ ഡിഫക്റ്റിനെ നമുക്ക് ഓരോ ടൈപ്പുകളാക്കി മാറ്റാൻ പറ്റും. ഒന്നാമത്തതാണ് പോയിന്റ് ഡിഫക്റ്റ്, രണ്ടാമത്തത് ലൈൻ ഡിഫക്റ്റ്, അടുത്തത് പ്ലെയിൻ ഡിഫക്റ്റ്. ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് തുടങ്ങി നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുകയാണ്: പോയിന്റ് ഡിഫക്റ്റ്, ലൈൻ ഡിഫക്റ്റ്, പ്ലെയിൻ ഡിഫക്റ്റ്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് പറയാം, അത് ഇലക്ട്രോണിക് ഡിഫക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്രിസ്റ്റൽ ഡിഫക്റ്റുകളെ നാലായിട്ട് തരംതിരിക്കാം. ഒന്ന് പോയിന്റ് ഡിഫക്റ്റ് ആണ്, മറ്റൊന്ന് ലൈൻ ഡിഫക്റ്റ്, അടുത്തത് പ്ലെയിൻ ഡിഫക്റ്റ്, അടുത്തത് ഇലക്ട്രോണിക് ഡിഫക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൈറ്റ് എടുക്കുക, ലാറ്റിസ് സൈറ്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ആറ്റം. ഈ ആറ്റത്തിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഡീവിയേഷനാണ് ഒരു പോയിന്റിന് ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഡീവിയേഷൻ ഒബ്സർവ്ഡ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് ഒബ്സർവ്ഡ് ഫ്രം ദ ഐഡിയൽ അറേഞ്ച്മെന്റ്. സാധാരണ ഇതിന് വരാവുന്ന അറേഞ്ച്മെന്റ് എന്താണോ അതിന് ഇറഗുലാരിറ്റീസ് കാണുക അറൗണ്ട് എ പോയിന്റ്. ഒരു പോയിന്റിന് ചുറ്റുമാണ് നമുക്ക് ഇറഗുലാരിറ്റീസ് കാണുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പോയിന്റ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഇറഗുലാരിറ്റീസ് ഒരു എൻറ്റയർ റോൾ ഉണ്ട് എന്ന് കരുതുക, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ലൈൻ ഡിഫക്റ്റ് എന്ന് വിളിക്കും. ഒരു പ്ലെയിന് മൊത്തത്തിൽ ഒരു ലെയർ ടോട്ടലായിട്ട് ഇറഗുലാരിറ്റീസ് കാണിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്ലെയിൻ ഡിഫക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്. ഇറഗുലാരിറ്റീസ് ആണ് വരുന്നത്, അതൊരു പോയിന്റിന് ചുറ്റുമാണെങ്കിൽ പോയിന്റ് ഡിഫക്റ്റും, ഒരു ലൈനിൽ ടോട്ടലായിട്ട് വരുന്നുവെങ്കിൽ ലൈൻ ഡിഫക്റ്റും, ഒരു ലെയറിൽ ടോട്ടലായിട്ട് വരുന്നതെങ്കിൽ പ്ലെയിൻ ഡിഫക്റ്റും. അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ അറേഞ്ച്മെന്റിൽ ഇറഗുലാരിറ്റീസ് കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ഒന്നാണ് നമ്മൾ പഠിക്കുന്നത്, പോയിന്റ് ഡിഫക്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ഡിഫക്റ്റ് നാലാക്കി, അതിലൊന്ന് പോയിന്റ് ഡിഫക്റ്റ് ആണ്. ആ പോയിന്റ് ഡിഫക്റ്റ് മൂന്ന് ടൈപ്പാണ്. ഒന്ന് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്, അടുത്തത് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്, അടുത്തത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇത് ഓരോന്നും നമ്മൾ ഓരോന്നായിട്ട് പറയും. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ നമ്മൾ തരംതിരിച്ചത് പോയിന്റ് ഡിഫക്റ്റിനെയാണ്. പോയിന്റ് ഡിഫക്റ്റ് ഒന്ന് ഏതാണ്? സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. അടുത്തത് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. അടുത്തത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും പഠിക്കാൻ പോകും. നമ്മൾ പോയിന്റ് ഡിഫക്റ്റുകളാണ് പറയാൻ പോകുന്നത്. ഇനി ഇത് ഓരോന്നും പഠിക്കുമ്പോൾ ഇതിൽ തന്നെ നമ്മൾ നോൺ അയോണിക് സോളിഡ്സും അയോണിക് സോളിഡ്സും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോൺ അയോണിക് സോളിഡ്സ് കാണിക്കുന്നത് ഏതാണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് അയോണിക് സോളിഡ്സിലേക്ക് പോകാം. അപ്പോൾ നോൺ അയോണിക് സോളിഡ്സ് കാണിക്കുന്നത് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് മാത്രമാണ്. നോൺ അയോണിക് സോളിഡ്സ് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. പക്ഷേ പോയിന്റ് ഡിഫക്റ്റിൽ മൂന്നും കാണിക്കും. ആര്? അയോണിക് സോളിഡ്സ്. അപ്പോൾ നോക്കൂ, ക്രിസ്റ്റൽ ഡിഫക്റ്റ് 4 എണ്ണം: പോയിന്റ്, ലൈന്, പ്ലെയിന്, ഇലക്ട്രോണിക് ഡിഫക്റ്റ്. ഈ പോയിന്റ് ഡിഫക്റ്റ് നമ്മൾ മൂന്നായി തരംതിരിച്ചു: സ്റ്റോയിഷ്യോമെട്രിക്, നോൺ സ്റ്റോയിഷ്യോമെട്രിക്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇനി ഇത് നമ്മൾ അയോണിക് സോളിഡ്സിനും നോൺ അയോണിക് സോളിഡ്സിനും വേണ്ടിയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ അതിൽ നോൺ അയോണിക് സോളിഡ്സിൽ വരുന്നത് ഒന്നേ ഉള്ളൂ, അതേതാ? സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. നമുക്ക് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് നോക്കാം. ഈ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഞാനൊരു NaCl എടുത്തിട്ട് ഒരു എക്സാമ്പിൾ പറയാം.
ഈ NaCl എന്ന് പറഞ്ഞാൽ ഒരു Na പ്ലസും ഒരു Cl മൈനസും ആണ്. അത് അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രി ആണ്. അതിന് പകരം ഒരു 0.95 Na പ്ലസ് പിന്നെ ഒരു Cl മൈനസ്, ഇതാണ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് സ്റ്റോയിഷ്യോമെട്രിക് ആണ്. ആ സ്റ്റോയിഷ്യോമെട്രീനെ അതെന്ത് ചെയ്യണില്ല, ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിൽ രണ്ടാളുകളുണ്ട്. ഇത് ഏതിലാണ്? നോൺ അയോണിക് സോളിഡ്സിലാണ് രണ്ട് ആളുകൾ ടൈപ്പ് വരുന്നുണ്ട്. ഏതിൽ? സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിൽ. അതിലൊന്ന് വരുന്നത് വാക്കൻസി ഡിഫക്റ്റ് ആണ്. ഒന്ന് വരുന്നത് വാക്കൻസി ഡിഫക്റ്റ് ആണ്. എന്താണ് വാക്കൻസി ഡിഫക്റ്റ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു കുറേ സ്ഫിയറുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ആണെന്ന് കരുതുക. അതിലൊരു പോയിന്റ് ഡിഫക്റ്റ് ആണല്ലോ അത്, ഒരു സ്ഫിയർ പോവുക. അങ്ങനെ അവിടെ ഒരു വാക്കൻസി രൂപപ്പെടുമ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്പേസ് അവിടെ നിലനിൽക്കുകയും എന്നാൽ അവിടുത്തെ ഒരു പാർട്ടിക്കിൾ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്താൽ മാസ് കുറഞ്ഞു, വോള്യം റിമൈൻ സെയിം ആണ്. അപ്പോൾ മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. ഇതാണ് സംഭവിക്കുന്നത്. അടുത്തതാണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം. ആനിയോൺസ് വലുതാണ്, കാറ്റയോൺസ് വലുതാണ്, അത് നമുക്ക് ചെറുതാണ്. അത് നമുക്ക് അടുത്തതിലാണ് വേണ്ടത്. നമുക്ക് ഈ ഓരോ സൈറ്റുകൾക്കിടയിലുള്ള അതിനിടയിൽ വരുന്ന സൈറ്റ് ഉണ്ടല്ലോ, ലാറ്റിസ് പോയിന്റുകൾക്ക് ഇടയിൽ വരുന്ന സൈറ്റുകളെയാണ് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് വിളിക്കുക. ആ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ സാധാരണ ഉള്ള സ്ഫിയറിന് പുറമെ പുതിയൊരു പാർട്ടിക്കിളും കൂടെ, പുതിയൊരു പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ പെട്ട തന്നെ ഒരു എക്സസ് പാർട്ടിക്കിളും കൂടെ വരിക. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും വാക്കൻസി ഡിഫക്റ്റും ആണ് വന്നത്. ഇതിൽ പുതിയ ഒരാൾ വരുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഉള്ള ഒരു പോയിന്റിലെ ആള് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ കറങ്ങല്ല ചെയ്യുന്നത്, അത് അവിടെ തന്നെ ഉണ്ട്. വേറെ ഒരാൾ പുതുതായിട്ട് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഉള്ള സൈറ്റിൽ നിന്ന് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് വരുന്ന വേറെ ഡിഫക്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് എക്സ്ട്രാ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് നോൺ അയോണിക് സോളിഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് ആദ്യം മുതൽ പറഞ്ഞാൽ ക്രിസ്റ്റൽ ഡിഫക്റ്റ് 4ആയിട്ട് പറയാം: പോയിന്റ്, ലൈന്, പ്ലെയിന്, ഇലക്ട്രോണിക്. ഇനി പോയിന്റ് ഡിഫക്റ്റിനെ 3ആക്കി തിരിക്കാം: സ്റ്റോയിഷ്യോമെട്രിക്, നോൺ സ്റ്റോയിഷ്യോമെട്രിക്, അതേപോലെ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇനി ഇതിനെ നമ്മൾ നോൺ അയോണിക് സോളിഡ്സിന് പറയുമ്പോൾ ഈ നോൺ അയോണിക് സോളിഡ്സ് കാണിക്കുന്നത് ഏതാണ്? സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് വാക്കൻസി ഡിഫക്റ്റും മറ്റൊന്ന് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും. വാക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാറ്റിസ് സൈറ്റിലെ ഒരു സ്ഫിയർ അല്ലെങ്കിൽ പാർട്ടിക്കിൾ അവിടുന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാസ് പോയി, അപ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉള്ളത് അവിടെ തന്നെ ഉണ്ട്, അതിന് പുറമെ ആ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് പുതുതായിട്ട് ഇതേപോലത്തെ ഒരാൾ കൂടെ കടന്നു വരുമ്പോൾ അതിനെയാണ് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാസ് കൂടും, ഡെൻസിറ്റി കൂടും. അപ്പോൾ ഇതിൽ ഡെൻസിറ്റിയുടെ വ്യത്യാസം എങ്ങനെയാണ് വരുന്നത് നോക്കണം. ഇതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ, നമുക്കിങ്ങനെ ചോദിക്കും. ഇപ്പം ഇങ്ങനെ പിക്ചർ തന്നിട്ട് ഇവിടെ ഒരാളുണ്ട്, ഇത് ഒരു ആറ്റാണ്, ഇത് മറ്റൊരാറ്റാണ്. ഇതിങ്ങനെ കാണിച്ചിട്ടുള്ളൂ, പ്ലസും മൈനസും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു ക്രിസ്റ്റല് കാണിച്ചിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇത് ഏത് ഡിഫക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഒരാൾ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം അത് വാക്കൻസി ഡിഫക്റ്റ് ആണെന്ന്. ഇതിവിടെ ഉണ്ട്, അതിന് പുറമെ ഇതിനിടയിൽ ഇതാ ഒരാൾ പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഏത് ഡിഫക്റ്റ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ആണെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പം നോൺ അയോണിക് സോളിഡ്സിനാണ്. ഇനി നമുക്കറിയേണ്ടത് അയോണിക് സോളിഡ്സിന്. നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, പോയിന്റ് ഡിഫക്റ്റ് നമ്മൾ 3ആയി തരംതിരിച്ചു: സ്റ്റോയിഷ്യോമെട്രിക്, നോൺ സ്റ്റോയിഷ്യോമെട്രിക്കും ഇംപ്യൂരിറ്റി ഡിഫക്റ്റും.
അപ്പോൾ അത് മൂന്നും ഇത് കാണിക്കുന്നുണ്ട്. അയോണിക് സോളിഡ്സ് കാണിക്കുന്നത് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ഉണ്ട്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ഉണ്ട്, നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോൺ സ്റ്റോയിഷ്യോമെട്രിക് മൂന്നും കാണിക്കുന്നതാണ് അയോണിക് സോളിഡ്സ്. അപ്പോൾ നമുക്ക് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് തുടങ്ങാം. സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് രണ്ട് തരമുണ്ട്. അയോണിക് സോളിഡ്സിൽ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് രണ്ട് തരമുണ്ട്. ഒന്നേതാ ഷോർട്ട് കീ ഡിഫക്റ്റും മറ്റൊന്ന് ഫ്രെങ്കൽ ഡിഫക്റ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കൻസി ഡിഫക്റ്റ് പോലെ തന്നെയാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് അയോണിക് സോളിഡ്സ് ആണ്. അപ്പം വാക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആളുകൾ പോവുക എന്ന് പറയുമ്പോൾ ഇത് സ്റ്റോയിഷ്യോമെട്രിക് ആണ്. സ്റ്റോയിഷ്യോമെട്രി ഇംബാലൻസ്ഡ് ആവാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ സൈറ്റുകളിൽ നിന്ന് നഷ്ടപ്പെടുന്ന കാറ്റയോൺസിന് അത്ര തന്നെ ആനിയോൺസും പോകും. അതാണ് അവിടുത്തെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിനെ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല, ഇത് നോൺ അയോണിക് ആണ്. അയോണിക് സോളിഡ്സിൽ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ വാക്കൻസി ഡിഫക്റ്റ് തന്നെയാണ്. മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആണ്. ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസും ആനിയോൺസും നഷ്ടപ്പെട്ടു പോയാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഷോർട്ട് കീ ഡിഫക്റ്റ്. അപ്പോൾ നമ്മൾ പിക്ചറിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തരും, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ്, പോസിറ്റീവ്. അതേപോലെ ഇവിടെ ഇല്ല, അപ്പോൾ ഇത് പോസിറ്റീവ് ആണെന്ന് കരുതുക, ഇവിടെ ഇല്ല, ഇത് അടുത്തൊരു പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ആര് പോയി, നെഗറ്റീവ് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഞാൻ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ കേട്ടോ ഓരോന്ന് നോക്കാം, നമ്മൾ ഇതിൻ്റെ ഒരു പാറ്റേൺ നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ. അടുത്തത് ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ ഒന്നും കാണാനില്ല, വാക്കൻ്റ് ആണ്. ഇവിടെ നെഗറ്റീവ് പോയി, ഇവിടെ പോസിറ്റീവും പോയി. ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അതിൽ നിന്ന് മിസ്സിംഗ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് അയോണിക് സോളിഡ്സിന്റെ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. അതിലൊന്നാരാ ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. അടുത്തതാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്, ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് പോലെ തന്നെയാണ്. പക്ഷേ അവിടുത്തെ വ്യത്യാസം അപ്പോൾ നോക്കി, ഈ ഷോർട്ട് കീ ഡിഫക്റ്റിൽ കുറച്ച് കാറ്റയോൺസ് ആനിയോൺസും പോയല്ലോ, അപ്പോൾ മാസ് അവിടെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി എന്ത് ചെയ്യും, കുറയും. ഫ്രെങ്കൽ ഡിഫക്റ്റിൽ ഈ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർസ്റ്റീഷ്യൽ ആണ്. പക്ഷെ പ്രശ്നം ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, ഇങ്ങനെയാണെന്ന് കരുതുക. ഇതിൽ ഈ സൈറ്റിൽ നിന്ന് ഇയാൾ പോയിട്ട് ഈ പോസിറ്റീവ് ഇതാ ഇവിടെ വന്ന് നിൽക്കും. നേരത്തെ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിൽ അങ്ങനെ ആയിരുന്നില്ല, പുറത്തുനിന്ന് വേറെ അതേപോലത്തെ ആൾ വന്നിട്ട് നിൽക്കായിരുന്നു ചെയ്തത്. ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഈ അതിൻ്റെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാസിൽ വല്ല മാറ്റം വന്നോ, ഇല്ല. മാസിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഡെൻസിറ്റി മാറ്റം വരുമോ, ഇല്ല. അപ്പോൾ നോക്കൂ, ഈ വാക്കൻസി ഡിഫക്റ്റില് ഡെൻസിറ്റി എന്ത് ചെയ്യും, കുറയും. ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റില് ഡെൻസിറ്റി എന്ത് ചെയ്യും, കൂടും. ഷോർട്ട് കീ ഡിഫക്റ്റില് ഡെൻസിറ്റി എന്ത് ചെയ്യും, കുറയും. ഫ്രെങ്കൽ ഡിഫക്റ്റില് ഡെൻസിറ്റി എന്ത് ചെയ്യും, റിമെയിൻസ് സെയിം. ഇതാണ് നമ്മൾ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിനെ രണ്ടാക്കി തരംതിരിച്ചത്. ഇതിലെ പ്രത്യേകത, ആദ്യത്തെ ഷോർട്ട് കീ ഡിഫക്റ്റിൽ നിന്നും ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആളുകളാണ് പോയത്, അപ്പോൾ സ്റ്റോയിഷ്യോമെട്രിനെ ബാധിക്കുന്നില്ല. അടുത്തത് ഫ്രെങ്കൽ ഡിഫക്റ്റിൽ ആരും പോകുന്നില്ല, അതുകൊണ്ടും സ്റ്റോയിഷ്യോമെട്രിനെ ബാധിക്കുന്നില്ല. ഇതാണ് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. അടുത്തത് വരുന്നത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആണ്. അയോണിക് സോളിഡ്സിൽ അടുത്ത് വരുന്നത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഈ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റ് ഡിഫക്റ്റിന്റെ മൂന്നിലൊന്നാണ്. 3 ക്ലാസിഫൈ ചെയ്തു, നമ്മൾ അതിൽ ഒരാളാണ് ആര്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഈ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു NaCl ക്രിസ്റ്റൽ ആണെന്ന് കരുതുക.
ഈ NaCl ക്രിസ്റ്റലില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. NaCl ക്രിസ്റ്റലില് അത് ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്ന നേരത്ത് അവിടെ ഒരു സ്ട്രോൺഷ്യം ക്ലോറൈഡ് ഉണ്ട് എന്ന് കരുതുക. അപ്പൊ നമ്മൾ NaCl ആരും കൂടെ ഉണ്ടായിരുന്നു, കുറച്ച് സ്ട്രോൺഷ്യം ക്ലോറൈഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ SrCl2 ഉണ്ട് എന്ന് കരുതുക. അപ്പൊ അവിടെ സംഭവിക്കുക ഈ Na+ഉം Cl- ഇങ്ങനെ രൂപപ്പെടുമല്ലോ. ഇത് Na+ ആണ്, പിന്നെ Cl- ഉണ്ട്. ഇങ്ങനെ ക്രിസ്റ്റലൈസ്ഡ് ആവണ നേരത്ത് ഇവിടെ വീണ്ടും Na+ ഉണ്ട്. ഇതിൽ ഒരു Na+നെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് Sr2+ കയറി വരും. ഇതിനെയാണ് നമ്മൾ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ Na+ പോയിട്ട് Sr2+ വന്നു എന്ന് കരുതുക. ഇങ്ങനെ Sr2+ വന്നാൽ അവിടുത്തെ ചാർജ് നോക്കുങ്ങള്, അത് 2+ ആണ്. അപ്പൊ ഇവിടെ വാക്കന്റ് ആയിട്ട് കിടക്കണം. ഒരു Na+ വാക്കന്റ് ആയിരിക്കും. അപ്പൊ എത്ര വാക്കന്റ് വരും അവിടെ, എത്ര Sr2+ ഉണ്ടോ, കാരണം ചാർജ് നോക്കിയാൽ മതി. ആ ചാർജ് നോക്കുമ്പോൾ ഇവിടുത്തെ ചാർജിനെയും ബാലൻസ് ചെയ്യാൻ Sr2+ ഒരാൾ മതി. അപ്പോൾ എത്ര, ഒരു പ്ലസ് ഇവിടെ വന്നു, ഇനി ഒരു പ്ലസ് വരണം, അപ്പൊ Na+ അവിടുന്ന് മാറും. ഇതിനെയാണ് നമ്മൾ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഡിഫക്റ്റുകൾ ഇപ്പോൾ കഴിഞ്ഞു. ഒന്ന് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റും മറ്റൊന്ന് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റുമാണ്. അടുത്തത് ഇനി നമുക്ക് നോക്കാനുള്ളത് അയോണിക് സോളിഡ്സിലെ നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ രണ്ടായി തരംതിരിക്കും. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റും മറ്റൊന്ന് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റുമാണ്. അപ്പോൾ ഒന്നാരാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മറ്റൊന്ന് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഡ്യൂ ടു ആനിയോണിക് വാക്കൻസീസ്, അടുത്തത് ഡ്യൂ ടു എക്സ്ട്രാ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ്. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. അത് ആരെ കൊണ്ടൊക്കെ ഉണ്ട്, ഡ്യൂ ടു ആനിയോണിക് വാക്കൻസീസ്, അടുത്തത് ഡ്യൂ ടു പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ് ആണ്. അപ്പോൾ നമുക്ക് ആ ആനിയോണിക് വാക്കൻസീസ് നോക്കാം. ഇത് സംഭവിക്കുന്നത്, ഇപ്പോൾ നമുക്ക് NaCl ക്രിസ്റ്റൽ എടുക്കുക. ഈ NaCl സോഡിയം വേപ്പറിൽ നമ്മൾ ഹീറ്റ് ചെയ്തു എന്ന് കരുതുക. അപ്പൊ NaCl എക്സസ് സോഡിയം വേപ്പറിൽ നമ്മൾ ഹീറ്റ് ചെയ്താൽ, അപ്പോൾ അവിടെ സോഡിയം അവിടെ എക്സ്ട്രാ ഉണ്ട്, വേപ്പർ ഫേസിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ സോഡിയം വേപ്പറിലെ എണ്ണ ഉണ്ടല്ലോ, സോഡിയം, അത് Na+ ആയിട്ട് നമ്മുടെ ക്രിസ്റ്റലിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ക്രിസ്റ്റലിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമ്മുടെ Cl- ഉണ്ടല്ലോ, ഏതിൽ, ക്രിസ്റ്റലിലുള്ള Cl- ഒന്ന് വന്നിട്ട് ഈ Na+മായി കൂടി ചേർന്നിട്ട് അവിടെ എന്ത് ചെയ്യും, NaCl ഫോം ചെയ്യും. എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇവിടെ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, പ്ലസ് ഉണ്ട്, ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ ഒരു Cl- ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്തു, സോഡിയം വേപ്പറിൽ ഇതിനെ ഹീറ്റ് ചെയ്തപ്പോ Na+ സോഡിയം വേപ്പർ നിങ്ങോട്ട് വന്നു. അപ്പൊ ആ Na എന്നുള്ളത് Na+ ആവുമ്പോൾ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇലക്ട്രോൺ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ Na+ഉം പിന്നെ ഇവിടെയുള്ള Cl- കൂടെ കൂടിയിട്ട് അത് NaCl ആയിട്ട് ക്രിസ്റ്റലിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഇവിടുന്ന് ആര് പോയി, ആ Cl- എന്ന ആനയോൺ പോയി. ആ ആനയോൺ പോയിട്ട് ഇവിടെ പോസിറ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ പോസിറ്റീവ് വരുന്നു, ഇവിടെ നെഗറ്റീവ് വരുന്നു, ഇവിടെ പോസിറ്റീവാണ് വരുന്നത്. ഇതില് ഈ ഒരു സൈറ്റിൽ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഇലക്ട്രോണ് ഈ സൈറ്റിൽ വന്ന് നിൽക്കും. ഇലക്ട്രോൺ ഉള്ള ഈ സൈറ്റ്, അതിനെ നമ്മൾ വിളിക്കും എഫ് സെന്റർ. എഫ് സെന്റർ എന്നാണ് വിളിക്കുക. എഫ് സെന്റർ അതൊരു നെയിമുമായി ബന്ധപ്പെട്ടതാണ്. ആ സെന്ററിന്റെ പേരാണ് എഫ് സെന്റർ. അപ്പോൾ നോക്കൂ,
ഇതാണ് നമ്മൾ ഏതിൽ വരുന്നത്, ആനിയോണിക് വാക്കൻസീസ് എന്ന് പറയുന്ന വാക്കൻസി ഡിഫക്റ്റ് അല്ലേ, മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ ഡ്യൂ ടു ദ ആനിയോണിക് വാക്കൻസീസിൽ വന്നത് ഇതാണ്. അപ്പോൾ എന്താണിതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയണം, NaCl ക്രിസ്റ്റല് നമ്മൾ ഹീറ്റ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് സോഡിയം വേപ്പർ. അങ്ങനെ ഹീറ്റ് ചെയ്താൽ ആ സോഡിയം Na+ പിന്നെ ഒരു ഇലക്ട്രോണുമായിട്ട് മാറും. ആ Na+ ആ ക്രിസ്റ്റലിലുള്ള ഒരു Cl- കൂടി ചേർന്നിട്ട് അതെവിടെ ഡെപ്പോസിറ്റ് ആയി, ഡിഫ്യൂസ് ആവും ക്രിസ്റ്റലില്. ആ Cl- പോയ സൈറ്റ് ഉണ്ടല്ലോ, അതാണ് ആനിയോണിക് വാക്കൻസി എന്ന് പറയുന്നത്. അവിടെ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ആര് വന്നിരിക്കും, ഇലക്ട്രോൺ വന്നിരിക്കും. ഇതിനെയാണ് നമ്മൾ എഫ് സെന്റർ എന്ന് വിളിക്കുന്നത്. ഈ എഫ് സെന്റർ കാരണത്താലാണ് അത്തരം ക്രിസ്റ്റലുകൾ കളറ് കാണിക്കും. അപ്പൊ ഇത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, NaCl യെല്ലോ കളറായിട്ട് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്, യെല്ലോ. ഈ കളറുകൾ ഓർത്ത് വെക്കണം കേട്ടോ. അതേപോലെ തന്നെ KCl, പൊട്ടാസ്യം ക്ലോറൈഡ് നമ്മൾ എക്സസ് പൊട്ടാസ്യത്തിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ K+ ആയി ഇലക്ട്രോൺ പോയി, ഇലക്ട്രോൺ വന്നിരുന്ന് Cl- പോയി. ആ സമയത്ത് നമുക്ക് വയലറ്റ് കളർ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ലൈലാക്ക് കളർ നമ്മൾ കാണും. അടുത്തത് നമുക്ക് ചിലപ്പോൾ LiCl ഞാൻ എക്സസ് ലിഥിയത്തിന്റെ പ്രസൻസിൽ ക്രിസ്റ്റലിനെ ഹീറ്റ് ചെയ്താൽ Li+ ആയിട്ട് അതിൽ ഒരു ഇലക്ട്രോൺ വന്ന് അത് Cl- കൂടി ചേർന്ന് LiCl ഒന്നുണ്ടായി. ആ ഇലക്ട്രോൺ ആ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ അല്ലെങ്കിൽ ആനിയോണിക് വാക്കൻസിയിൽ വന്ന് നിൽക്കും. അതിനെയാണ് നമ്മൾ ആനിയോണിക് വാക്കൻസി കാരണത്താലുള്ള മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്ന കളറ് പിങ്ക് കളറാണ്. ഈ കളറുകൾ ആരെ കൊണ്ടാണ് ഉണ്ടാവുന്നത്, ഡ്യൂ ടു എഫ് സെന്റർ. എന്നിട്ട് നിങ്ങൾ എഫ് സെന്റർ എന്താന്ന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ വരുന്നത്. അപ്പൊ NaCl ഏതാ കളർ കാണിച്ചത്, യെല്ലോ ആണ്. അതേപോലെ KCl ഏതാ കാണിച്ചത്, വയലറ്റ് ആണ്. LiCl കാണിച്ച കളർ ഏതാ, പിങ്ക് ആയിരുന്നു. ഇനി ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ തന്നെ അടുത്ത ഒരാളാണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ്. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ ഒന്ന് ആനിയോണിക് വാക്കൻസി കൊണ്ട്, മറ്റൊന്ന് പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ് ആണ്. ഇത് ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. നമുക്കൊരു ZnO സിങ്ക് ഓക്സൈഡിന്റെ ക്രിസ്റ്റൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ZnO നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് Zn2+ ഉണ്ടാവും, പിന്നെ ഒരു ഹാഫ് O2 ഉണ്ടാവും, പിന്നെ ഒരു ഇലക്ട്രോൺസ് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന Zn2+ ഉണ്ടല്ലോ, ഈ Zn2+ എവിടെ വന്ന് നിൽക്കുകയാണ്, എക്സ്ട്രാ Zn2+ ഉണ്ടാവുകയാണ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ് വരികയാണ്. അങ്ങനെ ഈ എക്സ്ട്രാ കാറ്റയോൺസ് വന്നത് O2 പോയി, എന്നിട്ട് Zn2+ അവിടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എക്സ്ട്രാ കാറ്റയോൺസിനെ കൊണ്ടുണ്ടാവുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമയത്തും ഇവര് കളറ് കാണിക്കും. ഈ ZnO കാണിക്കുന്ന കളറ് യെല്ലോ ആണ്. നമ്മളിത് കൂൾ ചെയ്തു എന്ന് കരുതുക, കൂൾ ചെയ്ത് കഴിഞ്ഞാൽ കളർ പോകും. ഇത് ശരിക്ക് വൈറ്റ് ഇൻ കളറാണ്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യെല്ലോ ആവും, കൂൾ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് തന്നെ ആവും. അപ്പോൾ ഈ രണ്ട് ഡിഫക്റ്റുകളാണ് നമ്മൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ രണ്ടെണ്ണം വന്നത്. അടുത്തത് നോൺ സ്റ്റോയിഷ്യോമെട്രിക്കിൽ ഉള്ളതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് വരുന്നത്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ FeO എടുക്കുക. ഈ FeOന്റെ ക്രിസ്റ്റലില് ഇത് ശരിക്ക് Fe എന്ന് പറയുന്നത് 2+ ആണ്, ഇത് 2- ആണ്. ഇതൊക്കെ നോൺ സ്റ്റോയിഷ്യോമെട്രിക് ആണ് കേട്ടോ വരുന്നത്. ഈ Fe2+ O2- ആണെങ്കിൽ ഇതിന്റെ ക്രിസ്റ്റലിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇത് ശരിക്ക് FeO എന്നുള്ളത് നമ്മൾ പലപ്പോഴും 0.95O ഇങ്ങനെയാണ് കാണുക. Fe 0.95O.
ഇങ്ങനെയാണ് നമ്മൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് വരുമ്പോൾ ഈ ക്രിസ്റ്റലിനെ കാണുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇതിലിപ്പോൾ നമ്മൾ അയേൺ എടുക്കുക. ഈ അയേൺ എടുത്തിട്ട് ഇപ്പോൾ ഒരു സൈറ്റിൽ Fe2+ ആണ് എല്ലായിടത്തും ഉള്ളത്. ഈ Fe2+ പകരം Fe3+ വരിക. അപ്പോൾ ആ ചാർജ് നോക്കും നിങ്ങൾ, അത് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്ന് നോക്കിയാൽ മതി. Fe2+ പകരം Fe3+ വരിക. അപ്പോൾ ഈ Fe3+ ഒരു ചാർജ് കൂടുതലാണല്ലോ. അപ്പോൾ Fe2+ അത്ര തന്നെ ആളുകൾ വേണ്ട, അതിങ്ങനെ നോക്കിയാൽ മതി. Fe2+ ഉണ്ട്, ഇത് ഞാൻ Fe3+ ഒരു 2 എണ്ണോ Fe2+ ഒരു 3 എണ്ണം കൺസിഡർ ചെയ്താൽ 2, 3, 2, 3, 6 ചാർജ്. അപ്പോ 3 Fe2+ പോയിട്ട് 2 Fe3+ വരിക. അപ്പോൾ ഒരു Feന്റെ കുറവുണ്ടാവും. ഇതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് നോൺ സ്റ്റോയിഷ്യോമെട്രിയിൽ വരുന്നത്. FeOയിൽ 3 Fe2+ പോയിട്ട് 2 Fe3+ വരിക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിഫക്റ്റുകളെ ഓരോന്നും നമുക്ക് ശരിക്ക് തരംതിരിക്കാൻ അറിയണം. ഒന്ന് നോക്കിയാൽ ക്രിസ്റ്റൽ ഡിഫക്റ്റ് 4 എണ്ണം. ഒന്ന് പോയിന്റ്, അടുത്തത് ലൈന്, അടുത്തത് പ്ലെയിന്, അടുത്തത് ഇലക്ട്രോണിക് ഡിഫക്റ്റ് വന്നു. ഇനി നമ്മൾ ആ പോയിന്റ് ഡിഫക്റ്റിനെ 3 ആക്കി തിരിച്ചു. സ്റ്റോയിഷ്യോമെട്രിക്, നോൺ സ്റ്റോയിഷ്യോമെട്രിക്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇനി ഈ പോയിന്റ് ഡിഫക്റ്റുകൾ നമ്മൾ ആർക്കൊക്കെ പറഞ്ഞു? നോൺ അയോണിക് സോളിഡ്സിനും പറഞ്ഞു, അയോണിക് സോളിഡ്സിനും പറഞ്ഞു. നോൺ അയോണിക് സോളിഡ്സിൽ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് മാത്രം. ആ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിനെ 2 ആക്കി തരംതിരിച്ചു. വാക്കൻസി ഡിഫക്റ്റ് എന്നും ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്നും തിരിച്ചു. എന്നിട്ട് നമ്മൾ ഓരോന്നും പറഞ്ഞതാണ്. ഇനി നമ്മൾ അയോണിക് സോളിഡ്സിൽ പോയി കഴിഞ്ഞാൽ 3 ഉണ്ട്. സ്റ്റോയിഷ്യോമെട്രിക് ഉണ്ട്, നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഉണ്ട്, അതേപോലെ തന്നെ ഇംപ്യൂരിറ്റി ഡിഫക്റ്റും ഉണ്ട്. ഇതിൽ നമ്മൾ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിനെ 2 ആയി തരംതിരിച്ചു. അത് ഒന്ന് ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്, അത് നമുക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളായിരുന്നു. നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 2 എണ്ണം ഉണ്ട്. മെറ്റൽ എക്സസ് ഉണ്ട്, മെറ്റൽ ഡെഫിഷ്യൻസി ഉണ്ട്. മെറ്റൽ എക്സസിൽ തന്നെ ഡ്യൂ ടു ആനിയോണിക് വാക്കൻസീസ് ഉണ്ട്, ഡ്യൂ ടു ദ എക്സ്ട്രാ കാറ്റയോൺസിനെ കൊണ്ടും നമുക്ക് ഡിഫക്റ്റുകൾ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ചാർട്ടുകൾ വരക്കാനൊക്കെ നമുക്ക് അറിയണം ഏതൊക്കെയാണ് ഡിഫക്റ്റുകൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് തരംതിരിച്ച് പോകാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചാർട്ട് വരക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ക്രിസ്റ്റൽ ഡിഫക്റ്റ് ആണ്. ആദ്യം ക്രിസ്റ്റൽ ഡിഫക്റ്റ് ഉണ്ട്. ആ ക്രിസ്റ്റൽ ഡിഫക്റ്റ് വരുന്നത് എത്രണ്ണാണ്? 4 എണ്ണാണ് വന്നിരുന്നത് അല്ലേ? ആ 4 എണ്ണത്തിൽ ഒന്ന് വന്നത് പോയിന്റ് ഡിഫക്റ്റ് ആണ്. രണ്ടാമത്തത് വന്നത് ആരായിരുന്നു? ലൈൻ ഡിഫക്റ്റ് ആണ്. അടുത്തത് വന്നത് പ്ലെയിൻ ഡിഫക്റ്റ് ആണ്. അടുത്തത് വന്നതോ ഇലക്ട്രോണിക് ഡിഫക്റ്റ് ആണ് വന്നത്. ഇനി ഈ പോയിന്റ് ഡിഫക്റ്റിന് നമുക്ക് എത്രയായി തരംതിരിക്കാം? 3 ആയിട്ട് തരംതിരിക്കാം അല്ലേ? ഏതൊക്കെയാണത്? സ്റ്റോയിഷ്യോമെട്രിക് ഉണ്ട്, നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഉണ്ട്, ഇംപ്യൂരിറ്റി ഉണ്ട്. പക്ഷെ അത് നമ്മൾ അയോണിക് സോളിഡ്സിനും നോൺ അയോണിക് സോളിഡ്സിനും പറഞ്ഞു. അപ്പോൾ നോൺ അയോണിക് സോളിഡ്സിനാണ് നമ്മൾ പറയുന്നതെങ്കിൽ നോൺ അയോണിക് സോളിഡ്സിന് പറയുമ്പോൾ ഇതിൽ വരുന്നത് ഒന്നേ ഉള്ളൂ. അതാരാ? സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. ഈ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റില് 2 എണ്ണം ഉണ്ട്. അതാരൊക്കെയാ? ഒന്ന് വാക്കൻസി ഡിഫക്റ്റും മറ്റൊന്ന് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റുമാണ് വന്നത്. ഇനി ഇത് തന്നെ അയോണിക് സോളിഡ്സിനാണ് നമ്മൾ പറയുന്നതെങ്കിൽ അയോണിക് സോളിഡ്സിന് ഒന്നാരാ?
സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. അതിൽ തന്നെ രണ്ടാള്. അതിലൊന്നാരാ? ഷോർട്ട്കി ഡിഫക്റ്റ്. അടുത്തതാരാ? ഫ്രങ്കൽ ഡിഫക്റ്റ്. ആ അയോണിക് സോളിഡ്സിൽ അടുത്ത് വരുന്നത് ആരായിരുന്നു? ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആണ്. മൂന്നാമത് വന്നതോ നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. ഈ നോൺ സ്റ്റോയിഷ്യോമെട്രിക് എത്ര എണ്ണം? രണ്ടെണ്ണം. ഒന്നാരാ? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ്. അടുത്തതാരാ? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണ്. ഈ മെറ്റൽ എക്സസ് തന്നെ രണ്ടെണ്ണം പറയാം. അതെങ്ങനെയാ? ഒന്ന് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആനിയോണിക് വാക്കൻസീസ്. അടുത്തതോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ്. ഇതാണ് ഡിഫക്റ്റുകൾ വരുന്നത്.